നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ ഇന്നൊരു തകർപ്പൻ പോരാട്ടമാണ്. സ്പെയിന് വരുമോ അതല്ല ബെൽജിയം വരുമോ? ഫ്രാൻസിൻ്റെ എതിരാളി ആരായിരിക്കും സെമി ഫൈനൽ? അതാണ് അറിയേണ്ടത്. ഈ മത്സരത്തിൽ തീർച്ചയായിട്ടും ഒരു തകർപ്പൻ പോരാട്ടം കാണാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകരൊക്കെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ എന്ത് തരത്തിലുള്ള 11 കൊണ്ട് ഈ ടീമുകൾ ഇറങ്ങും എന്നുള്ളൊരു ചോദ്യം കൂടി സ്വാഭാവികമായിട്ടും ആരാധകർക്കിടയിലുണ്ട്. തീർച്ചയായിട്ടും കഴിഞ്ഞ കളിയിൽ എങ്ങനെയാണോ സ്പെയിന് കളിച്ചത് അതുപോലൊരു ടീമും കൊണ്ട് തന്നെ അവർ ഇറങ്ങാനുള്ള സാധ്യതയാണ് ഇപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മാറ്റങ്ങൾക്ക് സാധ്യതയില്ല എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഗോൾ കീപ്പറായിട്ട് ഉനായി സിമോണ്, ഡിഫൻസിൽ പോറോയും കുബാർസിയും ലപോർട്ടും അതുപോലെ തന്നെ കുക്കറയും ഉണ്ടാവും. മധ്യനിരയിൽ റോഡ്രിയും ഓൾമോയും പെഡ്രിയും, മുന്നേറ്റത്തിൽ ലമീൻ യമാലും മൊയർസബാളും ബെയ്നയും. പക്ഷേ ഇതിൽ ഒരു സംശയമുള്ളത് മൈക്കിൾ മെറീനോയെ കോച്ച് ഉൾപ്പെടുത്തിയേക്കാം എന്നുള്ളതാണ്. മെറീനോയെ ഉൾപ്പെടുത്തണമെങ്കിൽ ഡാനി ഓൾമോ അല്ലെങ്കിൽ അലക്സ് ബെയ്ന ആരെങ്കിലുമൊക്കെ മാറ്റണം. സോ നിലവിൽ അവരും നല്ല രൂപത്തിൽ കളിക്കുന്നത് കൊണ്ട് വലിയ ഒരു മാറ്റത്തിന് സാധ്യതയില്ല എന്നാണ് ലഭ്യമാവുന്ന വിവരം. അതേസമയം മറുഭാഗത്ത് ആരൊക്കെയായിരിക്കും 11 ആദ്യ 11 എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. കഴിഞ്ഞ കളിയിൽ കെഡിബി അതുപോലെ ഡോക്കു തുടങ്ങിയവരൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ബെഞ്ചിൽ ഇരുത്തിക്കൊണ്ടാണ് കോച്ച് ആദ്യ 11 ഇറക്കിയത്. അപ്പോൾ ഈ കളിയിലും ഏതാണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഗോൾ കീപ്പറായിട്ട് തിബോട്ട് കോർട്ടുവ, ഡിഫൻസിൽ തിബോത്തി കസ്റ്റാഗ്നെ, പിന്നെ ബ്രണ്ടൻ മെച്ചലെ, അതുപോലെ നദാൻ എൻഗോയി, പിന്നെ മാക്സിം ഡി കുയിപ്പ് തുടങ്ങിയവരൊക്കെ ഉണ്ടാവും. മധുരയിലേക്ക് വരുമ്പോൾ നിക്കോളാസ് റെസ്കിൻ, അതുപോലെ ഹൻസ് വനാക്കൻ, പിന്നെ യൂറി ടെൽമെൻസ് തുടങ്ങിയവരൊക്കെ പ്രതീക്ഷിക്കുന്നു. മുന്നേറ്റത്തിൽ ലിയാൻഡ്രോ ട്രൊസാഡ്, അതുപോലെ ഡോഡി ലൂക്കെ ബാക്കിയോ, പിന്നെ ചാൾസ് ഡി കെറ്റ്ലെയർ. കഴിഞ്ഞ കളിയിൽ അദ്ദേഹത്തിൻ്റെ വക ഗോളുകൾ ഉണ്ടായിരുന്നു. മികച്ച പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രൊസാഡൊക്കെ നല്ല രൂപത്തിലാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടെയിൽമെൻസ് ആണെങ്കിൽ വളരെ സേഫായിട്ട് കോച്ചിന് വിശ്വസിക്കാവുന്ന ഒരു താരമാണ്. എങ്ങനെ നോക്കിയാലും മികച്ചൊരു ടീം ബെൽജിയത്തിനുമുണ്ട്. ബെൽജിയം കഴിഞ്ഞ കളികളിൽ നിന്ന് കൂടുതൽ ഇവോൾവായി വരുന്നതാണ്. ഓരോ കളിയിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആദ്യത്തെ 1-2 കളികളിൽ അവർ ബുദ്ധിമുട്ടിയെങ്കിലും പിന്നീട് അങ്ങോട്ട് ക്ലിക്കാവുന്നു. സ്പെയിനാണെങ്കിൽ പിന്നെ നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞറിയിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഒറ്റ ഗോളും ഒരു ഗോളും ഇതുവരെ ഈ വേൾഡ് കപ്പിൽ വഴങ്ങാത്തൊരു ടീമായിട്ട് ഭിന്നിക്കത്തുകയാണ് സ്പെയിന്. അപ്പം അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല സ്പെയിനെ തോൽപ്പിക്കാൻ എന്ന കാര്യവും ഓർക്കുക. സോ ഒരു സൂപ്പർ പോരാട്ടം പ്രതീക്ഷിക്കുന്നു. മുൻതൂക്കം എല്ലാവരും കാണുന്നത് സ്പെയിന് തന്നെയാണ്. പക്ഷേ ബെൽജിയത്തെ ആരും എഴുതി തള്ളേണ്ടതില്ല. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.